തുർക്കിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ വളരെ ദീർഘമായ ചരിത്രമുള്ള ലോക ചരിത്രത്തോളം തന്നെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന, അതായത് ഈ ആധുനിക മനുഷ്യൻ്റെ ചരിത്രത്തോളം തന്നെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് തുർക്കി. അവിടെ അതൊരു ജനാധിപത്യ രാജ്യമായി, ഒരു സെക്യുലർ രാജ്യമായി, ഇന്ത്യയുമായി വേണമെങ്കിൽ ഈ ഭരണഘടനാപരമായി നമ്മൾ നോക്കിയാൽ ഇന്ത്യയുമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യവുമായി ഒക്കെ ഏറെ സാമ്യം തോന്നുന്ന ഒരു രാജ്യമാണ്. ഇവിടുത്തെ ഇപ്പോൾ ഭരണ സംവിധാനം എങ്ങനെയാണ്? ഏതാണ്ട് അതിന് സമാനമായ ഒരു ഭരണ സംവിധാനം തന്നെ നിലനിൽക്കുന്നു. ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. സെക്യുലറിസം അതിൻ്റെ ഒരു അടിസ്ഥാന തത്വമായി നിലനിൽക്കുന്നു. ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് എർദോഗൻ വലിയ വിപ്ലവകാരിയായിട്ടാണ് ആദ്യ അധികാരത്തിൽ വരുന്നത്. വലിയ പിന്തുണയോടെയാണ് അധികാരത്തിൽ വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ എർബക്കൻ്റെ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടിയിൽ നിന്നാണ്. ഇവിടുത്തെ വെൽഫെയർ പാർട്ടിക്കാർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട നേതാവുമായി പിന്നീട് എർദോഗനെ നമുക്കറിയാമല്ലോ. എന്തായാലും അദ്ദേഹം പിന്നീട് അങ്ങേയറ്റം ഏകാധിപതിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. എല്ലാ അർത്ഥത്തിലും കുർദുകളെ അടിച്ചമർത്തുന്ന കാര്യത്തിലടക്കം ഓരോ കാര്യത്തിലും ഒരു ഏകാധിപതിയുടെ പ്രവണതയാണ് അദ്ദേഹം കാട്ടിയത്. ആദ്യം വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഈ മതപ്രീണനം എന്ന നിലയ്ക്ക് നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ ഈ പൊതുസ്ഥലങ്ങളിൽ ബുർഖ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അതെടുത്ത് മാറ്റുക, അതിന് വിലക്കുണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ അവിടെ അതായത് ഒരു തീവ്ര സെക്യുലറിസം എന്ന മട്ടിൽ കാര്യങ്ങൾ നടപ്പാക്കുന്നു എന്നുള്ള ആരോപണം അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയിലാണ്, അല്ലെങ്കിൽ ഒരു പാശ്ചാത്യ ശൈലിയിലുള്ള സെക്യുലറിസം നടപ്പാക്കുന്നു എന്നുള്ള ആരോപണം അത് അദ്ദേഹവും ഉന്നയിക്കുന്നു. അത് പരിഹരിക്കാൻ വേണ്ട നടപടി എന്നോണം വളരെ ഉദാരമായി അത്തരത്തിൽ ഇതൊക്കെ ധരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുന്നു. അത് നമുക്കും ഒറ്റ കേൾവിയിൽ കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന നടപടിയൊക്കെ തന്നെയാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ തീവ്ര ഇസ്ലാമിസ്റ്റ് കാഴ്ചപ്പാടിലേക്ക് തന്നെയാണ് അദ്ദേഹം പോയത്. മാത്രമല്ല മറ്റൊരു നേതാവിനെയും വളരാൻ അനുവദിക്കാത്ത സമീപനത്തിലേക്ക് പോയി. ധാരാളം നേതാക്കളെ ജയിലിലടച്ചു. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ നോക്ക് സനീഷ, ഇപ്പോൾ അത് ഈ ഇക്രാം മൗലവിനെ കുറിച്ചുള്ള വാർത്ത നമ്മളൊന്ന് തേടണമെങ്കിൽ, വെബ്സൈറ്റിൽ പോയി ഒന്ന് പരിശോധിക്കണമെങ്കിൽ നമുക്കത് കിട്ടത്തില്ല. അതായത് ആ വാർത്ത ലഭിക്കില്ല. അത്രയ്ക്ക്, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ടർക്കിഷ് മാധ്യമങ്ങൾ പരിശോധിച്ചാൽ, അവരുടെ വെബ്സൈറ്റൊക്കെ പരിശോധിച്ചാൽ ഇമാം മൗലവിനെതിരെയുള്ള വാർത്തകളാണ്. അല്ലെങ്കിൽ നിസ്സാരമായ എന്തെങ്കിലും അവിടെ മേയർ എന്നുള്ള നിലയിൽ സംഭവിച്ച ചില ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരു ശക്തനായ എതിരാളി എന്ന നിലയ്ക്ക് ഇമാം മൗലവിയാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം തന്നെ പരിശോധിച്ചാൽ ആദ്യഘട്ടത്തിൽ 13,000 വോട്ടിനാണ് അദ്ദേഹം ജയിക്കുന്നത്. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നു. അത് അട്ടിമറിയാണ് എന്ന് ആരാരോപിക്കുകയാണ്? ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന, അല്ലെങ്കിൽ ഈ സംവിധാനമെല്ലാം കൈവശമുള്ള ഈ എർദോഗൻ തന്നെ അവകാശപ്പെടുന്നത് അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് എന്നാണ്. അതിനുശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ രസം എന്താണെന്നറിയോ? ഈ 13,000 വോട്ടിന് ജയിച്ചു വന്നയാൾ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അടുത്ത ഈ അട്ടിമറിക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നത്. അതും കുഴപ്പമാണ് എന്നാണ് എർദോഗൻ്റെ പക്ഷം.